Question. Hemoglobin levels of children under age 6 are distributed as normal population n mu 0.85. To test H0, mu is equal to 12.3 grams per 100 ml against H1, mu is equal to 11.5 grams per 100 ml. It is decided to reject the null hypothesis if x bar is less than or equal to 11.8, where x bar is the sample mean of 25 samples. Find significance level and power of the test. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത് ഹിമോഗ്ലോബിൻ ലെവൽസ് ഓഫ് ചിൽഡ്രൻ ആണ് അണ്ടർ ദ ഏജ് ഓഫ് 6. ആ ഹിമോഗ്ലോബിൻ ലെവൽസ് ഓഫ് ചിൽഡ്രൻ അവർ ഹിമോഗ്ലോബിൻ ലെവലുകൾ ഫോളോ ചെയ്യുന്നത് ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ റാൻഡം വേരിയബിൾ എക്സിനെ എന്തായിട്ട് എടുക്കാം? ഹിമോഗ്ലോബിൻ ലെവൽസ് ആയിട്ട് എടുക്കാം. അപ്പോൾ ലെറ്റ് ദി റാൻഡം വേരിയബിൾ എക്സ് ഇസ് ഈക്വൽ ടു hemoglobin levels. Hemoglobin levels അതായിട്ടാണ് നമ്മൾ റാൻഡം വേരിയബിൾ എക്സിനെ എടുക്കുന്നത്. അപ്പോൾ ഹിമോഗ്ലോബിൻ ലെവൽസ് ഏത് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നത്? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ മ്യൂ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 0.85. ഇറ്റ് ഈസ് എക്സ് ഫോളോസ് എൻ മ്യൂ 0.85. ഇതാണ് നമ്മളെ ഹിമോഗ്ലോബിൻ ലെവലുകളുടെ ഡിസ്ട്രിബ്യൂഷൻ. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നൾ ഹൈപ്പോത്തസിസ് H0 അല്ലെ. H0 ഇസ് മ്യൂ ഇസ് ഈക്വൽ ടു 12.3 എന്നാണ്. ആൻഡ് H1 ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിൽ ട്രൂ ആണെങ്കിൽ മ്യൂ എടുക്കുന്ന വാല്യൂ മ്യൂ ഇസ് ഈക്വൽ ടു 11.5 എന്ന് തന്നിട്ടുണ്ട്. അപ്പം ഇവിടുത്തെ H0നെ നൾ ഹൈപ്പോത്തസിസിനെ നമ്മൾ റിജക്റ്റ് ചെയ്യുന്നത്, rejecting H0 is when x bar is less than or equal to 11.8 എന്ന് തന്നിട്ടുണ്ട്. എക്സ് ബാർ എന്ന് പറയുന്നത് എന്താണ്? സാമ്പിൾ മീൻ ഓഫ് 25 സാമ്പിൾ ആണ്. അത് 25 ഒബ്സർവേഷൻസിന്റെ സാമ്പിൾ മീൻ ആണ് എക്സ് ബാർ എന്ന് പറയുന്നത് അല്ലെ. അപ്പം നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മളുടെ എക്സ് ഫോളോ ചെയ്യുന്നതെങ്കിൽ എക്സ് ബാർ വിൽ ഫോളോ ഇഫ് എക്സ് ഫോളോസ് എൻ മ്യൂ സിഗ്മ. X follows a normal distribution with parameter n mu sigma, then a sample of size n. അവരുടെ sample mean x bar will follow a normal distribution with mean mu sigma by root. അപ്പൊ ഇവിടെ n എന്ന് പറയുന്നത് 25 ആണ്. അപ്പൊ x ഫോളോ ചെയ്യുന്നത് നോർമൽ വിത്ത് പാരാമീറ്റർ മ്യൂ സിഗ്മയുടെ സ്ഥാനത്ത് 0.85. അങ്ങനെയാണെങ്കിൽ x bar will follow a normal distribution with mean mu സിഗ്മയുടെ സ്ഥാനത്ത് സിഗ്മ ബൈ റൂട്ട് ആണ് ഇവിടെ വരേണ്ടത്. ദറ്റ് ഈസ് 0.85 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 25. Or we can write x bar will follow a normal distribution with mean mu 0.85 divided by root of 25 എന്ന് പറഞ്ഞാൽ 0.17 എന്നാണ് നമുക്ക് കിട്ടുന്നത്. അതായത് എക്സ് ബാറിന്റെ ഡിസ്ട്രിബ്യൂഷൻ, സാമ്പിൾ മീനിന്റെ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ദറ്റ് ഈസ് ഓൾസോ എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെ. അപ്പൊ എക്സ് ബാർ നോർമൽ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് നോർമലിനെ നമ്മൾ ഡിഫൈൻ ചെയ്യാണ്. അപ്പൊ സ്റ്റാൻഡേർഡ് നോർമൽ നമ്മൾക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? നമ്മൾ നോർമൽ റാൻഡം വേരിയബിൾ, ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന നോർമൽ എക്സ് ബാർ ആണ്, അതിന്ന് അതിന്റെ മീന് മൈനസ് ചെയ്യുക. മീൻ മ്യൂ തന്നെയാണ്, ഡിവൈഡഡ് ബൈ ഇറ്റ്സ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ്? 0.17. അപ്പൊ എക്സ് ബാർ മൈനസ് ഇറ്റ്സ് മീൻ ഡിവൈഡഡ് ബൈ ഇറ്റ്സ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ദിസ് വിൽ ഫോളോ എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ n01 ഓർ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് നമുക്ക് കിട്ടും അല്ലെ. അപ്പൊ സെഡിന്റെ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാൻഡേർഡ് നോർമൽ ആണ്, വേർ സെഡ് ഇസ് ഈക്വൽ ടു എക്സ് ബാർ മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ 0.17 എന്ന് നമുക്ക് കിട്ടും. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് സിഗ്നിഫിക്കൻസ് ലെവൽ ആൻഡ് പവർ ഓഫ് ദി ടെസ്റ്റ് ആണ്. അപ്പൊ ആദ്യം നമുക്ക് ഇതിന്റെ സിഗ്നിഫിക്കൻസ് ലെവൽ കണ്ടുപിടിക്കാം അല്ലെ. അപ്പൊ എന്താണ് സിഗ്നിഫിക്കൻസ് ലെവൽ വരുന്നത്? സിഗ്നിഫിക്കൻസ് ലെവൽ ആൽഫ, അതിന് നമ്മൾ ആൽഫ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ സിഗ്നിഫിക്കൻസ് ലെവൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 1 എറർ ആണ്. ഇറ്റ്സ് എ പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 1 എറർ. എന്താണ് ടൈപ്പ് 1 എറർ?
That is probability of type 1 error is rejecting H naught when H naught is true. H naught true ആയ സമയത്ത് H naught നെ reject ചെയ്യാനുള്ള probability. അല്ലെ, അതാണ് നമ്മൾ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഹിയർ പ്രോബബിലിറ്റി ഓഫ്, ഇവിടെ റിജക്റ്റിംഗ് H naught എന്ന് പറയുന്നത് എപ്പോഴാണ് H naught നെ റിജക്ട് ചെയ്യുന്നത്? when X bar is less than or equal to 11.8 എന്ന് തന്നിട്ടുണ്ട്. given H naught is true. അപ്പൊ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് H naught ൽ എന്താണ് മ്യൂ എടുക്കുന്ന വാല്യൂ. H naught ട്രൂ ആവുമ്പോൾ മ്യൂ വിൽ ബി ഈക്വൽ ടു 12.3. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട പ്രോബബിലിറ്റി അല്ലെ. ദിസ് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ്, ഇതിന് ഞാൻ സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ പോകുന്നു എക്സ് ബാറിന്. എക്സ് ബാറിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എക്സ് ബാർ മൈനസ് ഇറ്റ്സ് മീൻ മ്യൂ ഡിവൈഡഡ് ബൈ ഇറ്റ്സ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ദറ്റ് ഈസ് 0.17. that is less than or equal to 11.8. 11.8 ന്നും നമ്മൾ മ്യൂ മൈനസ് ചെയ്യുന്നു, 0.17 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. this divided by mu divided by 0.17 when mu is equal to 12.3 എന്ന് നമുക്ക് എഴുതാം അല്ലെ. അപ്പൊ ഇവിടെ എക്സ് ബാർ മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ 0.17 എന്ന് പറയുന്നത് എന്താണ്? അത് നമ്മളെ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ ആണ്. എക്സ് ബാർ മൈനസ് മ്യൂ ബൈ 0.17 ഇസ് അവർ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ സെഡ്. അപ്പൊ അതിന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് ചെയ്യാം? സെഡിനെ എഴുതാം. This is probability of Z less than or equal to when H naught is true, mu എന്ത് വാല്യൂ ആണ് എടുക്കേണ്ടത്? 12.3 ആണ് എടുക്കുന്നത്. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന മ്യൂവിന്റെ സ്ഥാനത്ത് എന്ത് നമ്മൾ കൊടുക്കുന്നു? 12.3 എന്ന് കൊടുക്കുന്നു. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 11.8 minus mu which is 12.3 divided by 0.17 എന്ന് നമുക്ക് എഴുതാം. or this is equal to probability of Z less than or equal to, ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് -2.94 എന്ന് പറഞ്ഞ വാല്യൂ ആണ്. അതായത് ഇവിടുത്തെ പ്രോബബിലിറ്റി എന്താണ്? പ്രോബബിലിറ്റി ഓഫ് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2.94. അപ്പൊ ഈ പ്രോബബിലിറ്റി നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ കർവില് ഈ പ്രോബബിലിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയയെ നമ്മൾ മാർക്ക് ചെയ്യാൻ പോവുകയാണ് അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റാൻഡേർഡ് നോർമൽ കർവ് വരയ്ക്കുകയാണ്. സ്റ്റാൻഡേർഡ് നോർമൽ കർവ് ഇതേപോലെ ഉണ്ടാവും. -ഇൻഫിനിറ്റി മുതൽ +ഇൻഫിനിറ്റി വരെ അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടാവും. സെഡ് വിൽ ബി ഈക്വൽ ടു 0 അല്ലെ. അപ്പൊ ഈ കർവില് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് സെഡ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -2.94 ആണ് അല്ലെ. അപ്പം നെഗറ്റീവ് വാല്യൂ ആണ് -2.94. അപ്പൊ അത് ഏത് സൈഡിൽ വന്നിട്ടുണ്ടാവും? ഈ നെഗറ്റീവ് സൈഡിൽ വന്നിട്ടുണ്ട്. ഇവിടെയാണ് നെഗറ്റീവ് വാല്യൂസ്, ഇവിടെ പോസിറ്റീവ് വാല്യൂസ് ആയിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ -2.94 വന്നിട്ടുണ്ടാവും. അപ്പൊ അതിനെക്കാട്ടും ചെറിയ വാല്യൂസ്, അതായത് സെഡ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -2.94 ആണ് വേണ്ടത്. അപ്പൊ ഈ ഏരിയ, ആ ഏരിയ ആണ് നമ്മളിവിടെ ഷെയ്ഡ് ചെയ്യുന്നത്. അപ്പം ഇവിടുന്ന് ഇങ്ങോട്ട് ദിസ് ഇസ് 2.94, ദിസ് ഇസ് സെഡ് ഇസ് ഈക്വൽ ടു 0, ഇവിടെ -ഇൻഫിനിറ്റി +ഇൻഫിനിറ്റി. അതായത് ഈ ഏരിയയുടെ, ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഏരിയയുടെ പ്രോബബിലിറ്റി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനെയാണ് നമ്മൾ എങ്ങനെ എഴുതിയിരിക്കുന്നത്? പ്രോബബിലിറ്റി ഓഫ് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -2.94 എന്ന് എഴുതിയിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾസ് ഉപയോഗിക്കണം. പക്ഷെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ ഉപയോഗിച്ചിട്ട് ഏരിയ കാണുന്നത് 0 മുതൽ ദ വാല്യൂ വരെയുള്ള ഏരിയ, അല്ലെങ്കിൽ ഇവിടെ -2.94 to 0 വരുന്ന ഏരിയ ആണ് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾസ് ഉപയോഗിച്ചാൽ കിട്ടാൻ പോകുന്നത്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഏരിയ, നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏരിയ ഈ ഗ്രീൻ കളറിൽ ഷെയ്ഡ് ചെയ്ത ഏരിയ ആണ്. അപ്പൊ അതിനെ നമ്മൾ എങ്ങനെ എഴുതുന്നു? ഈ -2.94 to 0 എന്ന് പറയുന്ന ഈ ഏരിയയുടെ ടേംസിൽ എഴുതാൻ പോവാണ്. അതെങ്ങനെ നമ്മൾ എഴുതും നോക്കുമ്പോൾ, നമ്മൾ ഈ ഹാഫ് ദ ഏരിയ, -ഇൻഫിനിറ്റി മുതൽ 0 വരെയുള്ള ഏരിയ എന്ന് പറയുന്നത് 0.5 ആണ്. ആ 0.5 എന്ന് പറഞ്ഞ ഏരിയന്റെ ഉള്ളിൽ നിന്ന് ഈ പോർഷൻ, അതായത് -2.94 to 0 എന്ന് പറയുന്ന ഈ പോർഷനെ മൈനസ് ചെയ്ത് കളയുകയാണെങ്കിൽ നമുക്ക് വേണ്ട ഈ പ്രോബബിലിറ്റി ഓഫ് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -2.94 കിട്ടും അല്ലെ. അപ്പൊ അതിനെ നമ്മൾ എങ്ങനെയാണ് എഴുതുക? ദിസ് ഇസ് ഈക്വൽ ടു, ഈ പകുതി ഏരിയ എന്ന് പറയുന്നത് പ്രോബബിലിറ്റിയുടെ ടേംസിൽ എങ്ങനെ എഴുതുക? -ഇൻഫിനിറ്റി മുതൽ 0 വരെയുള്ള ഏരിയ, ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ദാറ്റ് -ഇൻഫിനിറ്റി ലെസ് ദാൻ സെഡ് ലെസ് ദാൻ 0 എന്ന് എഴുതും. അതെന്ന് ഞാൻ ആരെയാ മൈനസ് ചെയ്യുന്നത്?
ഈ പോർഷൻ എന്ന് പറഞ്ഞാൽ -2.94 to 0 വരെയുള്ള ഏരിയ. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് -2.94 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ 0. ഇങ്ങനെയാണ് നമ്മൾ ഏരിയ കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു ഇവിടെ കിട്ടിയിരിക്കുന്നത് -∞ to 0 എന്ന് പറയുന്ന ഹാഫ് പോർഷന്റെ ഏരിയ ആണ്. ദാറ്റ് ഈസ് 0.5 മൈനസ്. ഇനി ടേബിളിൽ നോക്കി സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾസ് നോക്കിയിട്ട് -2.94 എന്ന് പറഞ്ഞ വാല്യൂ അവിടെ ഉണ്ടാവില്ല. -2.94 to 0 എന്ന് പറയുന്ന ഈ ഏരിയയും 0 മുതൽ 2.94 വരെയുള്ള ഏരിയയും സെയിം ആയിരിക്കും. ഏതില്? ഈ കേർവിൽ. അതായത് ഇതൊരു സിമെട്രിക് ആയിട്ടുള്ള കേർവാണ്. അതുകൊണ്ട് നമ്മൾ ടേബിളിൽ 2.94 എന്ന് പറയുന്ന വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന പ്രോബബിലിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ ഇതെന്താണ് വരുന്നത് നമുക്ക് നോക്കാം. അപ്പൊ നമ്മളിവിടെ 2.94ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റിയാണ് കാണേണ്ടത്. അപ്പൊ സെഡിന്റെ വാല്യൂ ഇവിടെ 2.94 വരുമ്പം 2.9ഉം 0.04ലുമാണ് നമ്മളിവിടെ വാല്യൂ നോക്കേണ്ടത്. അപ്പൊ 2.9 0.04ൽ നോക്കുമ്പോൾ നമുക്ക് ടേബിളിൽ നിന്ന് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.4984 ആണ്. അപ്പൊ ഈ വാല്യൂ ആണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ടേബിളിൽ നിന്ന് കിട്ടിയ 0.4984 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുന്നു. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.0016 ആണ്. ഇതാണ് നമ്മളെ സിഗ്നിഫിക്കൻസ് ലെവൽ ആൽഫ കിട്ടുന്നത്. ഇനി ഇതേപോലെ നമ്മൾ ക്വസ്റ്റ്യനിൽ അടുത്ത് ചോദിച്ചിരിക്കുന്നത് പവർ ഓഫ് എ ടെസ്റ്റ് ആണ്. അപ്പൊ പവർ ഓഫ് എ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ദ പ്രോബബിലിറ്റി ഓഫ് മേക്കിംഗ് എ കറക്റ്റ് ഡിസിഷൻ. പവർ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ കറക്റ്റ് ഡിസിഷൻ. കറക്റ്റ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഇറർ ഇല്ലാത്ത ഒരു ഡിസിഷൻ അല്ലെ. അപ്പൊ കറക്റ്റ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രോബബിലിറ്റി ഓഫ് റിജക്റ്റിംഗ് H0നെ നമ്മൾ റിജക്റ്റ് ചെയ്യുന്നു. എപ്പം H1 ട്രൂ ആവും. അപ്പൊ ഇതാണ് നമ്മൾ ഒരു കറക്റ്റ് ഡിസിഷൻ. അപ്പൊ ഇതിന്റെ ബേസിസിലാണ് നമ്മൾ പവർ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ദിസ് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എപ്പോഴാണ് റിജക്ട് ചെയ്യുന്നത്? X bar is less than or equal to 11.8 ആവും. Given H1 true ആവുക എന്ന് പറയുന്നത് mu will be equal to 11.5. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. This is equal to this is a probability of a normal random variable. X barന്റെ പ്രോബബിലിറ്റി ആണ് കാണേണ്ടത്. അപ്പം X barന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ നമ്മൾ എഴുതുകയാണ്. ദാറ്റ് ഈസ് ഇവിടെ നമ്മൾ X ബാറിന്ന് മ്യൂവിനെ മൈനസ് ചെയ്യുന്നു. അതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയ 0.17 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ദാറ്റ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അപ്പം X ബാറിന് എന്തൊക്കെ ചെയ്തോ അത് തന്നെ 11.8നും ചെയ്യാണ്. അപ്പൊ 11.8 മൈനസ് മ്യൂ divided by 0.17 given mu is equal to 11.5 or this is equal to probability of X bar minus mu by 0.17 is the standard normal variable Z. Z is less than or equal to 11.8 minus mu എന്ന് വന്ന സ്ഥാനത്ത് 11.5 whole divided by 0.17 എന്ന് പറയാം. or this is equal to probability of Z less than or equal to ഇതിന് സിംപ്ലിഫൈ ചെയ്യുമ്പം 1.76 എന്നാണ് കിട്ടുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ ആദ്യം സ്റ്റാൻഡേർഡ് നോർമൽ കേർവിൽ മാർക്ക് ചെയ്യും. അപ്പൊ അതിനായിട്ട് ഒരു സ്റ്റാൻഡേർഡ് നോർമൽ കേർവ് വരച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ Z is equal to 0 minus infinity plus infinity. അപ്പൊ നമുക്ക് കിട്ടിയ വാല്യൂ പ്ലസ് വാല്യൂ ആണ് 1.96 ആണ് 1.76 ആണ്. അപ്പൊ നമുക്ക് വേണ്ടത് Z is ലെസ് ദാൻ 1.96 എന്ന് പറയുന്ന ഏരിയ ആണ്. അപ്പൊ ഈ ഏരിയ നമ്മൾ ഷെയ്ഡ് ചെയ്ത് വെക്കാം. ഇങ്ങനെ ഷെയ്ഡ് ചെയ്യുമ്പം നമുക്ക് ഇതാണ് 1.76നെക്കാട്ടും കുറവ് വരുന്ന ഏരിയ അല്ലെ. അപ്പൊ ഈ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നേരിട്ട് ടേബിൾ നോക്കിയാൽ ഈ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റില്ല. ടേബിളിൽ 0 മുതൽ ഒരു വാല്യൂ വരെയുള്ള ഏരിയ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഈ ഏരിയയെ നമുക്ക് രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. -∞ to 0 വരെയുള്ള ഏരിയ പ്ലസ് 0 to 1.76 വരെയുള്ള ഏരിയ. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് പകുതി ഏരിയ എന്ന് പറയുന്നത് -∞ ലെസ് ദാൻ Z ലെസ് ദാൻ 0. അതാണ് ഈ ഏരിയ. -∞ മുതൽ 0 വരെയുള്ള ഏരിയ. അതിന്റെ കൂടെ പ്ലസ്
0 മുതൽ 1 വരെ വരുന്ന ഈ ഏരിയ കൂടി നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഏരിയനെ കിട്ടും. There is probability of 0 less than z less than 1.76. ഇങ്ങനെ ചെയ്താൽ നമുക്ക് വേണ്ട ഈ റിക്വയർഡ് ഏരിയ നമുക്ക് കിട്ടും അല്ലെ. അപ്പം ഈ പകുതി ഏരിയ -∞ മുതൽ 0 വരെയുള്ള ഏരിയ എന്ന് പറയുന്നത് 0.5 ആണ്. 0.5 പ്ലസ് ഈ ഏരിയ, അതായത് 0 മുതൽ 1.76 വരെയുള്ള ഏരിയ കണ്ടുപിടിക്കാൻ നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾസ് ഉപയോഗിക്കുന്നു. അതിൽ സെഡിന് 1.76 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾസിൽ 1.76 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയ ആണ് കാണേണ്ടത്. അപ്പൊ ഇവിടെ 1.7 ഉണ്ട്, ഇവിടെ 0.06 ഉണ്ട്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയ നമ്മൾ നോക്കുമ്പോൾ 0.4608 എന്ന് പറയുന്ന ഏരിയ ആണ് നമുക്ക് അവിടുന്ന് കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പൊ നമുക്ക് ഇവിടെ നമ്മൾ 0.4608 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദെൻ ദിസ് ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് 0.9608 എന്നുള്ള ആൻസർ ആണ്. ആൻഡ് ദിസ് ഇസ് ദ പവർ ഓഫ് ദി ടെസ്റ്റ്. Explain the small sample test to test the mean of a normal population when sigma is unknown. അപ്പോൾ നമുക്കിവിടെ ഒരു സ്മോൾ സാമ്പിൾ ടെസ്റ്റിനെ കുറിച്ചിട്ടാണ് പറയേണ്ടത്. ടു ടെസ്റ്റ് ദ മീൻ ഓഫ് നോർമൽ പോപ്പുലേഷൻ. അപ്പൊ സ്മോൾ സാമ്പിൾ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ സാമ്പിൾ സൈസ് n വിൽ ബി സ്മോൾ. n സ്മോൾ എന്ന് പറഞ്ഞാൽ n വിൽ ബി ലെസ് ദാൻ 30. 30യെക്കാട്ടും കുറവുള്ള 30 സൈസിനെക്കാട്ടും കുറവുള്ള n-നെ നമ്മൾ സ്മോൾ n ആയിട്ടാണ് എടുക്കുന്നത്. ആൻഡ് ഇവിടെ നോർമൽ പോപ്പുലേഷൻ ആണ്. പോപ്പുലേഷൻ ഇസ് നോർമൽ. അപ്പൊ നമുക്ക് n mu സിഗ്മയാണ് നമ്മുടെ പോപ്പുലേഷൻ. ആൻഡ് സിഗ്മ ഇസ് അൺനോൺ. സിഗ്മ അൺനോൺ ആണ്, അതായത് പോപ്പുലേഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അൺനോൺ ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കേസിൽ എങ്ങനെയാണ് നമ്മളൊരു പോപ്പുലേഷൻ മീൻ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ടെസ്റ്റ് നടത്തുക എന്ന് നോക്കാം. അപ്പൊ ഒരു ടെസ്റ്റ് എഴുതണമെങ്കിൽ ആദ്യം അതിന്റെ നൾ ഹൈപ്പോത്തസിസ് ആൻഡ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്താണെന്ന് എഴുതണം. അപ്പൊ നമ്മളിവിടെ ഹിയർ വി ഹാവ് ടു ടെസ്റ്റ് H0, the null hypothesis H0 mu is equal to mu naught against the alternative H1 mu not equal to mu naught, or H1 mu less than mu naught, or H1 mu ഗ്രേറ്റർ ദാൻ മ്യൂ നോട്ട്. അതായത് ഇതിൽ ഏതെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവിനെ എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ നൾ ഹൈപ്പോത്തസിസിനെ ടെസ്റ്റ് ചെയ്യാം. അപ്പൊ ചില കേസുകളിൽ H1 മ്യൂ നോട്ട് ഈക്വൽ ടു മ്യൂ നോട്ട് ആയിരിക്കാം, ചില കേസുകളിൽ മ്യൂ ലെസ് ദാൻ മ്യൂ നോട്ട് ആയിരിക്കാം, ചില കേസുകളിൽ H1 മ്യൂ ഗ്രേറ്റർ ദാൻ മ്യൂ നോട്ട് ആയിരിക്കും. അപ്പൊ മ്യൂ നോട്ട് ഈക്വൽ ടു മ്യൂ നോട്ട് വരുന്ന ടെസ്റ്റുകളെ നമ്മൾ ടു ടെയിൽഡ് ടെസ്റ്റുകൾ എന്നാണ് പറയുന്നത്. ടു ടെയിൽഡ് ടെസ്റ്റുകൾ എന്ന് പറയുന്നു. ആൻഡ് ലെസ് ദാൻ മ്യൂ നോട്ട്, ഗ്രേറ്റർ ദാൻ മ്യൂ നോട്ട് എന്നൊക്കെ വരുന്നതിനെ വൺ ടെയിൽഡ് ടെസ്റ്റുകൾ എന്നാണ് പറയുന്നത്. ദേ ആർ വൺ ടെയിൽഡ് ടെസ്റ്റ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ നൾ ഹൈപ്പോത്തസിസിനെ ടെസ്റ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നൾ ഹൈപ്പോത്തസിസ് ആൻഡ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമ്മൾ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആൽഫ ഫിക്സ് ചെയ്യണം. ഫിക്സ് ദ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആൽഫ. ആൽഫയെ നമ്മൾ സാധാരണയായിട്ട് 0.05 എന്നോ അല്ലെങ്കിൽ 0.02 എന്നോ 0.01 എന്നൊക്കെ ആയിട്ടാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മൾ എന്താണ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് ഡിസൈഡ് ചെയ്യണം. അപ്പൊ ഈ കേസിൽ നമ്മൾ സ്മോൾ n ആണ്, നോർമൽ പോപ്പുലേഷൻ ആണ്, സിഗ്മ അൺനോൺ ആണ്. അപ്പൊ ഈ കേസുകളെല്ലാം നോക്കിയിട്ട് നമ്മൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ആയിട്ട് എടുക്കുന്നത് ടി സ്റ്റാറ്റിസ്റ്റിക്കിനെയാണ് സ്മോൾ സാമ്പിൾ ടെസ്റ്റിൽ അല്ലെ. അപ്പൊ ടി ഇസ് ഈക്വൽ ടു എക്സ് ബാർ മൈനസ് മ്യൂ നോട്ട് ഡിവൈഡഡ് ബൈ എസ് ബൈ റൂട്ട് ഓഫ് n മൈനസ് 1. ഇതാണ് നമ്മളെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്. ഇത് ഫോളോ ചെയ്യുന്നത് ഒരു ടി ഡിസ്ട്രിബ്യൂഷൻ ആണ്, സ്റ്റുഡൻസ് ടി ഡിസ്ട്രിബ്യൂഷൻ ആണ് വിത്ത് n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പം ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് നമ്മൾ ഡിസൈഡ് ചെയ്തു. ഇനി നമ്മൾ ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ എന്താണെന്ന് പറയണം. അപ്പൊ ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയനെ ഡിസൈഡ് ചെയ്യുന്നത് ഒന്ന് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിന്റെ ബേസിസിലും അതുമാതിരി ആൽഫ എന്താണ്, അതായത് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസും കൂടി നോക്കിയിട്ടാണ് നമ്മൾ എന്താണ് ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ എന്ന് ഫിക്സ് ചെയ്യുന്നത്. അപ്പൊ ഈ കേസിൽ ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ വിൽ ബി മോഡുലസ് ഓഫ് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി ആൽഫ ബൈ 2 ഇഫ്
H1 is mu not equal to mu not. അതായത് ഒരു ടു ടൈൽഡ് ടെസ്റ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിന്റെ ക്രിട്ടിക്കൽ റീജിയൻ എന്തായിരിക്കും? മോഡുലസ് ഓഫ് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി ആൽഫ ബൈ 2. ഇവിടെ ടി ആൽഫ ബൈ 2 എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ടി ആൽഫ ബൈ 2 നമ്മൾ കണ്ടുപിടിക്കുന്നത് ടു ടൈൽ അല്ലെങ്കിൽ ടു സൈഡഡ് ടി ടേബിൾസ് ഉണ്ട്. ടി ടേബിൾസിൽ വൺ ടൈൽഡും ഉണ്ടാവും ടു ടൈൽഡും ഉണ്ടാവും. അപ്പൊ ഈ ടി ആൽഫ ബൈ 2 അതായത് ഒരു ടു ടൈൽഡ് ടെസ്റ്റിന്റെ കണ്ടുപിടിക്കേണ്ടത് ടു ടൈൽഡ് ടി ടേബിളുകളിൽ നമ്മൾ നോക്കേണ്ടത് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആൽഫയിലും ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n-1ലും ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ടി ആൽഫ ബൈ 2 കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n-1 നോക്കണം ആൻഡ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആൽഫയാണ് ഇവിടെ നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന ടേബിൾ വാല്യൂ. അപ്പം ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ ഈ കേസിൽ അതാണ് കിട്ടുന്നത്. ആൻഡ് ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ വിൽ ബി ടി ലെസ് ദാൻ മൈനസ് ടി ആൽഫ ഇഫ് H1 is mu less than mu naught. Mu less than mu naught ആണെങ്കിൽ നമ്മളെ critical region will be t less than minus t alpha and the critical region will be t greater than plus t alpha if H1 is mu greater than mu naught. അപ്പോൾ നമ്മളെ രണ്ട് വൺ ടൈൽഡ് ടെസ്റ്റുകൾ വരുമ്പോഴും എന്താണ് ക്രിട്ടിക്കൽ റീജിയൻ വരുന്നത്? ഒന്നിന് ടി ലെസ് ദാൻ മൈനസ് ടി ആൽഫ, മറ്റൊന്നിന് ടി ഗ്രേറ്റർ ദാൻ ടി ആൽഫ. ഇവിടെ ടി ആൽഫ എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കുന്നത് വൺ ടൈൽഡ് ടി ടേബിൾസിൽ നോക്കിയിട്ടാണ്. വൺ ടൈൽഡ് ടി ടേബിൾസിൽ നമ്മൾ ആൽഫ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൽ നോക്കും, ആൽഫ സിഗ്നിഫിക്കൻസ് ലെവലിലും ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n-1ലും നോക്കും. നോക്കേണ്ടത് വൺ ടൈൽഡ് ടി ടേബിൾസ് ആണ്. അപ്പൊ അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന ടേബിൾ വാല്യൂ ആണ് ഈ ടി ആൽഫ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ ഈ ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിന്റെ വാല്യൂ നമ്മൾ ക്രിട്ടിക്കൽ റീജിയനിൽ വരുന്നുണ്ടോ എന്ന് നോക്കും. അപ്പോൾ ടി കാൽക്കുലേറ്റ് ചെയ്യും. ഇഫ് ടി ലൈസ് ഇൻ ദ ക്രിട്ടിക്കൽ റീജിയൻ, ടിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഈ വാല്യൂ അത് ക്രിട്ടിക്കൽ റീജിയനിൽ കടക്കുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? റിജക്ട്, വിൽ റിജക്ട് H0. H0നെ നമ്മൾ റിജക്ട് ചെയ്യും. അതർവൈസ് വി വിൽ ആക്സെപ്റ്റ് ഇറ്റ്. അതർവൈസ് വി വിൽ ആക്സെപ്റ്റ് H0. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സ്മോൾ സാമ്പിൾ ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്.